ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. ആകെ ഒരു ദിവസം മാത്രം വീഡിയോ നമ്മൾ ചെയ്യാത്തൊരു ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ഗ്യാപ്പ് ആയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു ഇന്നലത്തെ ഒരു ദിവസം. പക്ഷെ ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ ഗ്യാപ്പ് ഇട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മൾ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്, പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട്. അതിൻ്റെയൊക്കെ വില ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നത്. ഇന്നത്തെ വീഡിയോയിൽ 3 പീസ് ആണെങ്കിലും ടോപ്സ് ആണെങ്കിലും കോഡ് സെറ്റ് ആണെങ്കിലും നല്ല പ്രീമിയം കളക്ഷൻസ് ആണ്. പ്രീമിയം കളക്ഷൻസ് എന്ന് പറയാൻ നേരത്തെ ആ ഒരു മെറ്റീരിയലിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവട്ടെ. ഇതുവരെ നമ്മൾ പ്രീമിയം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നും യാതൊരു കംപ്ലൈന്റും ഉണ്ടായിട്ടില്ല. പിന്നെ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഞാൻ പ്രൊഡക്റ്റിന് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്യാൻ നേരത്ത് ഓരോ പ്രൊഡക്റ്റിന്റെ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസും നമ്മൾ എന്താണ് വീഡിയോയിൽ നമ്മൾ കൊടുക്കാൻ നേരത്തുള്ള ഡിസ്കൗണ്ട് റേറ്റ് എത്ര എന്നുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് നോക്കാൻ നേരത്തെ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പൊ അധികം ലാഗ് അടിപ്പിക്കാനുള്ള ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാല വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ടായില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാൻ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് എല്ലാ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ അറിയാലോ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണ്ട. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കിയത് നല്ല പ്യുവർ സാറ്റിൻ ഫാബ്രിക്കിലാണ് കേട്ടോ. എന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നല്ല ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സൈസ് XXL ഉണ്ട്. പിന്നെ ഓവർ വർക്കൊന്നും താല്പര്യമില്ലാത്തവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ബോർഡർ ടു ബോർഡർ വർക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെ. ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു 44 ഇഞ്ചാണ്. പിന്നെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയുണ്ട്. പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. അതിൽ യോക്ക് പോർഷൻ തുടങ്ങിയിട്ട് നോക്കി വെക്കേണ്ട യോക്ക് പോർഷൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇതിന്റെ നമ്മുടെ പ്രൈസ് നോക്കി വെക്കേണ്ട ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസ് 1995 പിന്നെ നമ്മൾ പറയുന്ന ഡിസ്കൗണ്ട് റേറ്റും കൂടി നിങ്ങൾ നോക്കിക്കോട്ടെ. പിന്നെ മെറ്റീരിയൽ പറയാതിരിക്കാൻ വയ്യ, നല്ല പ്രീമിയം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ള സാറ്റിനിൽ. പിന്നെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവും കൂടിയിട്ടാണ് എൻഡിലേക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ. ഈ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് നല്ല പ്രീമിയം ഫാബ്രിക് ആണ് വന്നിട്ടുള്ളതെന്ന്. കണ്ട അതിൽ നോക്കി നോക്കി എൻഡിലേക്ക് ബോർഡർ വരാൻ നേരത്തെ അത്യാവശ്യം നല്ല വീതി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷൻ വരെ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് നല്ല യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ XXL എന്ന് പറഞ്ഞാലും തൊട്ട് താഴെയുള്ള XL ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തെ അത്യാവശ്യം നല്ല ഹെഡുള്ള പാൻസ് തന്നെ കേട്ടോ. നോക്കി വെക്കേണ്ട അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള പാൻറ്റിന് എൻഡിലേക്ക് ഒരു ബോർഡറും വന്നിട്ടുണ്ട്. വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഷോൾ വരാൻ നേരത്തെ അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത്യാവശ്യം ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ള. 2 സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള സ്കാൽപ്പ് ബോർഡർ വർക്കാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ ത്രെഡ് കോമ്പിനേഷൻ വർക്കും അതിൽ ഫുൾഫിൽ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഷോളിന്റെ സൈസ് നോക്കി വെക്കേണ്ട ചെറിയ ഷോൾ ഒന്നല്ല, നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ വർക്കൊന്നും താല്പര്യമില്ലാത്തവർക്ക് നല്ല പ്രീമിയം ടച്ച് ആയിട്ടൊക്കെ ഫംഗ്ഷനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെ. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1695 കൊടുക്കുന്നത്. നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് ഏകദേശം 2000 അടുത്താണ്. അപ്പൊ 1695 എന്ന് പറയാൻ നേരത്തെ അത്യാവശ്യം മാക്സിമം ഡിസ്കൗണ്ട് റേറ്റും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു മെറ്റീരിയലും കൂടി ആയതുകൊണ്ടിട്ട് പ്രീമിയം ലെവലിൽ താല്പര്യമുള്ളവർക്ക് സൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആവാൻ നേരത്തെ നിങ്ങൾക്ക് വെഡിങ്ങിനും മാത്രമല്ല, നിങ്ങൾ വെഡിങ്ങിന്റെ യൂസ് കഴിഞ്ഞാലും ഇട്ട് മുതലാക്കാനും കൂടിയും പറ്റിയൊരു പാറ്റേണും കൂടിയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഓവർ ആയിട്ടുള്ള ഹെവി വർക്ക് അല്ലല്ലോ വന്നത് കണ്ട. ഉള്ളതാണെങ്കിൽ നല്ല ദുപ്പട്ടയിലായിട്ടുള്ള ആ ഒരു ഹെവി വർക്കാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ട. കുറെ പേര് നമ്മുടെ ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ കൂടിയും ഓവർ വർക്ക് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വന്ന കസ്റ്റമേഴ്സിന്റെ ഒക്കെ നല്ല സ്യൂട്ട് ആയിട്ടുള്ള ഐറ്റം കൂടിയിട്ടാണ് കണ്ട. ആകെ 3 ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി കളർ ചാർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തവർക്ക് അതിന്റെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവട്ടെ. പുറമെ എന്തായാലും 2000 എബോവ് ഒക്കെ ഈ ഒരു മെറ്റീരിയൽ പാറ്റേണിന് നിങ്ങൾക്ക് വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പ്രത്യേകം പറയാ, നമ്മൾ കാണിക്കണ പോലത്തെ ജോർജറ്റ് അങ്ങനത്തെ മെറ്റീരിയൽ ഒന്നല്ല. അത്യാവശ്യം നല്ല മീറ്ററിന് തന്നെ ഈ ഒരു സാറ്റിൻ ഫാബ്രിക്കിന്റെ മീറ്ററിന്റെ റേറ്റ് തന്നെ നിങ്ങൾ ചോദിച്ചതിനെ അറിയാൻ വേണ്ടി പറ്റും എത്രമാത്രം ഉണ്ടെന്ന്. അപ്പൊ ഇങ്ങനത്തേക്ക് ഒരു സെറ്റ് അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഈ പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടില്ല. അത്ര നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ് കേട്ടോ. അടുത്തായിട്ട് നോക്കി ഇനി കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൺസെപ്റ്റ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ എടുത്തോട്ടെ. നല്ല ഷിമ്മർ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ലോക്കൽ ഷിമ്മർ ഒന്നല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
ആ മെറ്റീരിയൽ നോക്കിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആ ഒരു ഷിമ്മർ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത്. ഒരു സ്ട്രൈപ്പ് പോലെ ആ ഒരു വർക്ക് കോമ്പിനേഷൻ ത്രെഡിലും സ്റ്റോണിലും വന്നിട്ടുണ്ട്. സൈസ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ XXL എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും XL മെഷർമെന്റ് ഉള്ളൂ. ലെങ്ത് ഒരു 41 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. 41 ഇഞ്ചാണ് ലെങ്ത് എന്തുകൊണ്ട് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അതിന്റെ പാന്റ് കാണാൻ നേരത്ത് മനസ്സിലാവും കേട്ടോ. പിന്നെ നോക്കി നോക്കിയാണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു നെക്ക് തന്നെയാണ്. അതിൽ വർക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട നല്ല ക്യൂട്ട് ആയിട്ടുള്ള ത്രെഡും സ്റ്റോൺ വർക്കും കൂടിയായിട്ടുള്ള ഒരു ഫുൾ ഫില്ല് വർക്കാണ് പോയിട്ടുള്ളത്. അതിൽ ഇങ്ങനെ സ്ട്രൈപ്പ് പോലെ കണ്ടിന്യൂഷൻ താഴെ വരും പോയിട്ടുണ്ട്. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഒക്കെ നോക്കിയൊക്കെ സ്റ്റോൺ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു വർക്ക് കോമ്പിനേഷൻ നല്ല ക്യൂട്ട് ആയിട്ട് തന്നെ ബോർഡറിലും പോയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ ആണ്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിമ്മറാണ്. മറ്റേ ഒരു സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഷിമ്മർ ഒന്നല്ല. നല്ലൊരു പ്രീമിയം ഫാബ്രിക് റേഞ്ചിൽ പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ കാണിക്കണ ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു അതിന്റെ കോപ്പിയും തന്നെ ഉണ്ടാവും, ഒറിജിനലും തന്നെ ഉണ്ടാവും. ഇതൊക്കെ കാണിക്കുന്നത് ഒറിജിനലാണ്. അതിലും മാക്സിമം ഡിസ്കൗണ്ട് റേറ്റും കൂട്ടിയിട്ടാണ് തന്നെ കേട്ടോ. പിന്നെ അതിന്റെ പാന്റ് നേരത്തെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടിട്ടാണ് അതിന്റെ ലെങ്ത് 41 എന്നുള്ളത്. കേട്ടോ അതിന്റെ പാന്റിലും ആ ഒരു വർക്ക് കണ്ടിന്യൂറ്റി പോകേണ്ട എൻഡിലേക്ക് ഒരു ബോർഡർ വിത്ത് സ്റ്റോൺ വർക്ക് അതിന്റെ 4 സൈഡും കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് വിത്ത് ലൈനിങ്ങും പ്രൊഡക്റ്റിന് അറ്റാച്ച് തന്നെയാണ്. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട. ഷോൾ വരാൻ നേരത്തും ആ ഒരു ത്രെഡ് വർക്ക് 2 സൈഡ് സ്കാൽപ്പ് നോക്കി വെക്കേണ്ട. 1 സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ ത്രെഡ് വർക്കും പോയിട്ടുണ്ട്. പിന്നെ അതർ സൈഡ് മൈന്യൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് ഫിനിഷിംഗുമാണ് വന്നത്. ഷോൾ നോക്കി വെക്കേണ്ട. അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. ഷോള് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ മെറ്റീരിയലിനെ നമ്മൾ കാണിക്കാൻ നേരത്തെ അതിന്റെ പ്രൈസ് അനുസരിച്ചിട്ട് അതിന്റെ ഒറിജിനലും കോപ്പിയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മെറ്റീരിയലിന് ഡിഫറെന്റ് ആയിട്ട് വന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ആ ഒരു ഫാബ്രിക്കിൽ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക്. അപ്പൊ അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 1595ആണ്. 1800 നമ്മൾ ഷോപ്പിൽ കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് ആണ് 1595 കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഒരുവിധം പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടാൻ നേരത്തെ അതിന്റെ നമ്മുടെ പ്രൈസ് ടാഗിന്റെയും പിന്നെ നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്ന വേരിയേഷനും നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും. എങ്ങനെ വന്നാലും ഒരു 10 to 20% ഡിസ്കൗണ്ട് റേഞ്ചിലാണ് ഒരുവിധം പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യണം കേട്ടോ. കണ്ട ഫസ്റ്റിലെ കാണിച്ച സെയിം പാറ്റേൺ തന്നെ, കളർ മാത്രം ഡിഫറെന്റ് ആണെന്നുള്ളൂ. അപ്പൊ അത്രയും നല്ല ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് മിക്ക പ്രൊഡക്റ്റും കൊടുക്കുന്നത്. നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കാൻ നേരത്ത് എന്തായാലും ആ ഒരു ടാഗിൽ കാണുന്ന സെയിം പ്രൈസ് തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ മേടിക്കാറുള്ളൂ കേട്ടോ. അല്ല അപ്പൊ നമ്മുടെ അടുത്ത് ഓൺലൈനിൽ നമ്മൾ എന്താണ് ഇത്രമാത്രം ഡിസ്കൗണ്ടിൽ കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ തന്നെ ഏകദേശം ഒരു 8, 9, 10ഓളം ഐറ്റംസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഐറ്റംസിൽ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി ഡിഫറൻസ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ ആ അനുസരിച്ചിട്ടുള്ള സെയിൽ നമുക്ക് ഒരു ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു സിംഗിൾ വീഡിയോ തന്നെ നമുക്ക് നടക്കണ ആരം കൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഷോപ്പിലെ സെയിലും ഓൺലൈനത്തെ സെയിലും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ കേട്ടോ. അതിൽ എങ്ങനെ വന്നാലും നമുക്ക് ആ ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുത്താലും കൂടിയും, അതായത് ചെറിയൊരു മാർജിനിൽ കൊടുത്താലും കൂടിയും നമുക്ക് കുഴപ്പമില്ലാത്തൊരു സെയിൽ നടന്നതിന് നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടണവർക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ബെനിഫിറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അത്രയും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രൊഡക്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ഒരു പ്രീമിയം ടച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾ പ്രീമിയം ടച്ച് നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ധൈര്യമായിട്ട് എടുത്തോട്ടെ. ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ 2 ടൈപ്പ് ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. രണ്ടും മൊഡാൽ സിൽക്ക് തന്നെയാണ്. രണ്ടും 2 ബ്രാൻഡ് ആയതുകൊണ്ടിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു വേരിയേഷൻ ആ ഒരു മെറ്റീരിയലിലും പ്രൈസിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് സൈസ് ചാർട്ട് ആണ്. ഈ 2 പ്രൊഡക്റ്റിനും സൈസ് ചാർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റിനാണെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ലാർജും എക്സലും മാത്രമാണ്. അതിന്റെ XXL ഉണ്ടായിരുന്നു. നമുക്ക് ഷോപ്പിൽ നിന്ന് എടുത്ത് പോയതാണ് പ്രൊഡക്റ്റ്. മൊഡാൽ സിൽക്ക് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ആ ഒരു പ്രൊഡക്റ്റിന് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു 46 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ നെക്കിൽ ഒരു വർക്ക് നോക്കിയാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് അതിന്റെ ത്രെഡിൽ പോയിട്ടുള്ളത്. പിന്നെ ഓവറായിട്ട് അല്ലെങ്കിലും അതിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡുകൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. പിന്നെ മെറ്റീരിയലാണ് മെയിൻ പറയാനുള്ളത്. ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയലാണ്. ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തു. എൻഡിലേക്ക് ആ ഒരു ബോർഡർ നോക്കിയൊക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലേക്ക് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ തന്നെ, വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ ഇതിന്റെ വരാൻ നേരത്ത് ഇതിന്റെ ലൈനിങ് ഏകദേശം ഈ ഒരു ഹാഫ് പോർഷനിലായിരിക്കും. അത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആണ് പോയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ലാർജും XL ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനുള്ള XL ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെന്റ് ഇവിടെ കൊണ്ട് ഒരു ലാർജിന്റെ കിട്ടണുള്ളൂ. അതാരം കൊണ്ടിട്ടാണ് ആ ഒരു XL ലാർജ് കൊടുക്കുന്നത്. ഇതിന്റെ XXL സൈസിലും കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഓൺലൈൻ എടുക്കുന്നവർക്ക് ടൈറ്റ് ആയി പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശം കാരണം കൊണ്ടിട്ടാണ് ആ ഒരു മെഷർമെന്റ് കീപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ
പാൻ്റ് ആണെങ്കിൽ വൺ സൈഡ് ഇലാസ്റ്റിക്കും പിന്നെ വൺ സൈഡ് ഇങ്ങനെ പട്ട പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഹോൾഡ് ചെയ്യാന്നൊരു ഇങ്ങനെ ടൈ ചെയ്യാന്നുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. അത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ദുപ്പട്ടയാണ്. കണ്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൽ തന്നെ ആ ഒരു വർക്ക് നോക്കിയൊക്കെ ബോർഡർ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ടു സൈഡും പോയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഷോളിന്റെ സൈസ് നോക്കിയൊക്കെ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. അപ്പൊ ഇതിലാണെങ്കിൽ ലാർജും എക്സലും മാത്രമാണ് ഉള്ളത്. നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രാൻഡഡ് 3 പീസ് സെറ്റ് തന്നെ പറയട്ടെ മൊഡാൽ സിൽക്കിൽ. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത് 1595. 1595 ആകെ രണ്ട് സൈസ് ചാർട്ട് മാത്രമേ ഉള്ളൂ. അടുത്തത് വേറൊരു ബ്രാൻഡിന്റെ തന്നെ മൊഡാൽ സിൽക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സൈസ് ആണെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഈ 4 സൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ട അത്യാവശ്യം നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ വിത്ത് ലൈനിങ്ങും പ്രൊഡക്റ്റിൽ അറ്റാച്ച് തന്നെയാണ്. ടോപ്പിന്റെ ലെങ്ത് 46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നെക്ക് വർക്ക് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. വേണ്ട ആ ഒരു നെക്കിൽ വർക്ക് നോക്കി നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ആ ഒരു സ്ലീവ് വരാനായിട്ട് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് എൻഡിലേക്ക് ആ ഒരു ത്രെഡും സീക്വൻസും കൂടി തന്നെയാണ്. പിന്നെ ആ ഒരു വർക്കിന്റെ ഇടയിൽ നിങ്ങൾ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് നല്ലൊരു ടച്ചപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റ് തന്നെ പറയാം. എൻഡിലേക്ക് ആ ഒരു ബോർഡറും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ലൈനിങ് ആണ്. നല്ല പ്യുവർ കോട്ടൺ ലൈനിങ് കൂടിയിട്ടാണ് സെറ്റിൽ വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ 4 സൈസിലും വന്നിട്ടുണ്ട്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ 4 സൈസിൽ കേട്ടോ. പിന്നെ അതിന്റെ പാൻസ് ആണെങ്കിൽ സെയിം മെറ്റീരിയൽ തന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റ് തന്നെയാണ്. റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ്. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിയേ കേട്ടോ. ഷോളും ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഷോള് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോ. നല്ല മെറ്റീരിയൽ തന്നെയാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. ഷോളിന്റെ സൈസ് നോക്കിയൊക്കെയാണ്ട അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ്. ഇങ്ങനത്തെ മൊഡാൽ സിൽക്ക് ആണെങ്കിലും മസ്ലിൻ സിൽക്ക് ആണെങ്കിലും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടയാണ്. ആ ദുപ്പട്ടന്റെ ഭംഗിയെ ആണ് ഇതിന്റെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്കും. അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള 1495 കേട്ടോ. നേരത്തെ കാണിച്ചതിന്റെ രണ്ട് ടൈപ്പ് ഓഫ് ബ്രാൻഡാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഇതായിട്ടുള്ള വ്യത്യാസം ആ ഒരു മെറ്റീരിയൽ ഉണ്ടാവും. അപ്പൊ 1495 ഒരു 100 രൂപ ഡിഫറൻസിലാണ് രണ്ടായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ഐറ്റം നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെഡും വൈറ്റും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ക്രിസ്മസിന് മാത്രമല്ല നിങ്ങൾക്ക് വെഡിങ്ങിനൊക്കെ ഒരു കോഡ് സെറ്റ്, അതായത് ഡ്രസ് കോഡ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. ഒരു വെഡിങ് കൺസെപ്റ്റിൽ ഷിനോൺ സിൽക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ നമുക്ക് എക്സലും ഉണ്ട്, ലാർജും ഉണ്ട്. റെഡിന്റെ, വൈറ്റിന്റെ ആണെങ്കിൽ എക്സൽ മാത്രമാണ്. ഇപ്പൊ എക്സലാര് ലാർജ് എടുത്താലും കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി എന്നുള്ളൂ. ടോപ്പിന്റെ ലെങ്ത് ഒരു 45 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. നോക്കി നോക്കിയാണ്ട നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നെക്ക് വർക്കാണ് വന്നിട്ടുള്ളത്. യോക്കിൽ തന്നെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്കാണ്. അപ് ടു ഡൗൺ വരെ ആ ഒരു ത്രെഡ് കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട്. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവ് ആണ്. എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ത്രെഡും സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ്. പിന്നെ ഈ ഒരു പോർഷൻ വരെ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള കണ്ടിന്യൂഷൻ ആണ്. പിന്നെ ഷിനോൺ സിൽക്ക് ആയതുകൊണ്ടിട്ട് ചെറിയൊരു ഷൈനിങ് ആയിട്ട് പ്രൊഡക്റ്റ് നിൽക്കുകയും ചെയ്യും. പിന്നെ പാൻസ് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. എൻഡിലേക്ക് ഒരു ബോർഡറും പോയിട്ടുണ്ട്. റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ ഷോൾ വരാൻ നേരത്ത് 2 സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. 2 സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്കിൽ വിത്ത് ത്രെഡും പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ എക്സലും ലാർജ് ആണുള്ളത്. വൈറ്റ് ആണെങ്കിൽ എക്സൽ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വന്നിട്ടുള്ളത് വെറും 1095 കേട്ടോ. അപ്പൊ 1095 3 പീസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വെഡിങ് ഒരു ഡ്രസ് കോഡ് പോലെയും യൂസ് ചെയ്യാം. ഒപ്പം തന്നെ ഈ ഒരു ക്രിസ്മസ് ഒക്കേഷനുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. ചെയ്യണ്ട യോക്കിൽ വേറെ ആ ഒരു വർക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് എന്തിലേക്ക് ആ ഒരു ബോർഡറും പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു സെയിം പാറ്റേൺ വർക്ക് തന്നെയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ആ ഒരു വർക്ക് വന്നില്ല എന്നുള്ളൂ. ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണ് വന്നത് കേട്ടോ. പിന്നെ അതിന്റെ പാൻസ് ആണെങ്കിൽ ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. എന്തിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. റൗണ്ട് ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് അത്യാവശ്യം നല്ലൊരു വർക്ക് ടൈപ്പ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. 2 സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് ഫിനിഷിങ് പോയിട്ടുണ്ട്. ചെറിയ ത്രെഡ് വർക്കും കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. സൈസ് എക്സൽ ആണെങ്കിലും തൊട്ട് താഴെയുള്ള ലാർജ് ആയിരിക്കും കൂടി സൂട്ടബിൾ ആവുന്ന സൈസ് തന്നെയാണ്. ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും. ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതിയുള്ളൂ. അപ്പോൾ വെറും 1095 രണ്ട്
കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് 2 യൂസ് ചെയ്യാൻ പറ്റണ നല്ലൊരു അടിപൊളി 3 പീസ് തന്നെ പറയട്ടെ. ലോങ് ടോപ്പിൽ നല്ല പ്രീമിയം ഫാബ്രിക്കിൽ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കേജ് കൂടിയ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് പ്രിന്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ടോപ്പ് തന്നെയാണ്. ടോപ്പിന്റെ ആ ഒരു കട്ടിങ് പാറ്റേൺ തന്നെ കണ്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വേണ്ട നല്ല സൂപ്പർ ആയിട്ട് തന്നെയാണ്. സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ്. വിത്ത് ലൈനിങ്ങും പ്രൊഡക്റ്റിന് അറ്റാച്ച്ഡ് തന്നെ കേട്ടോ. മെറ്റീരിയലാണ് ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് കൊടുക്കണതിന്റെ ആ ഒരു ക്വാളിറ്റി ആ ഒരു പ്രൊഡക്റ്റിന് എന്തായാലും ഉണ്ട്. റൗണ്ട് നെക്കാണെങ്കിൽ കുറച്ച് കയറിയ നെക്കാണ്. ബാക്കിൽ ഇങ്ങനെ സിപ്പ് ടൈപ്പ് ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ ആ ഒരു പ്രിന്റ് കോമ്പിനേഷൻ തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ്. പിന്നെ സെന്ററിൽ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിൽ ഡബിൾ എക്സലിന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു XLR യൂസ് ചെയ്താൽ മതി. അതായിരിക്കും അതിൻ്റെ ആയിട്ടുള്ള ഭംഗി വന്നത്. ലെങ്ത് ഒരു 52 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബലൂൺ സ്ലീവ് ആണ് കേട്ടോ. നല്ല സൂപ്പർ ബലൂൺ സ്ലീവ് ആണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു അറബിക് ടച്ച് കിട്ടണ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിൽ കണ്ടുപോലെ തന്നെ ബാക്കിലും ആ ഒരു കട്ടിങ് ലെവൽ തന്നെയാണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫാൻസി ലോങ് ടോപ്പ് ഒക്കെ ഇമ്പോർട്ടഡിൽ താല്പര്യമുള്ളവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ 1195 കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും മുതൽ തന്നെ ആയിരിക്കും കേട്ടോ. അത്ര നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ 2 ടൈപ്പ് പ്രിന്റിൽ ഡിഫറെന്റ് കളേഴ്സിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. മെറ്റീരിയൽ തന്നെ നോക്കിയൊക്കെ നല്ല സൂപ്പർ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്. പക്ക ഒറിജിനൽ മെറ്റീരിയൽ ഫാബ്രിക് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ഒക്കെ ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയും വേണ്ട. ഇതിന്റെ പ്രിന്റ് ആണെങ്കിൽ നോക്കിക്കേണ്ട ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിലാണ്. സ്ലീവും ആ ഒരു പാറ്റേണിൽ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ബലൂൺ സ്ലീവ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കേജ് കൂടിയിട്ടുള്ള മെറ്റീരിയൽ തന്നെ ഉണ്ടാ. ഇത് ലൈനിങ്ങും കൂടിയും വരാൻ നേരത്താന്ന് തോന്നുന്നു എനിക്ക് ആ ഒരു മെറ്റീരിയലിന് ആ ഒരു ഡിഫറൻസ് വന്നിട്ട് വേണ്ട. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെ ഉണ്ടാ. അപ്പൊ XLR എടുത്താൽ മതി. അതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ് തന്നെ കേട്ടാ. ടീനേജിന് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ്. ഏകദേശം ടോപ്പ് ലെങ്ത്തിലാണ് വന്നത്. ഒരു 46 ഇഞ്ചിൽ നല്ല അടിപൊളി ഷർട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് വന്നിട്ടുള്ളത്. ഒരു എക്സ്ട്രാ കട്ടിങ് ഒന്നും വന്നില്ല. അപ്പൊ കോംപ്ലിമെന്ററി ആയിട്ടൊരു ബെൽറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കളേഴ്സിനനുസരിച്ചിട്ടുള്ള ഡിഫറെന്റ് ബെൽറ്റും ആ ഒരു സെയിം മാച്ചിങ് അനുസരിച്ച് ബെൽറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം. മെറ്റീരിയൽ ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളവർ വേറെ എക്സ്ട്രാ കട്ടിങ് ഒന്നും താല്പര്യം ഇല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെ. ഷർട്ട് കോളറിൽ ഫ്രണ്ടിൽ 1-2 ബട്ടൺ ഓപ്പൺ ചെയ്യുക. ബാക്കി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ടൈപ്പിലാണ് വന്നിട്ടുള്ള. സ്ലീവ് ആണെങ്കിൽ ഫുൾ ലെങ്ത് റേഞ്ചിൽ എന്തിലേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് വന്നത്. സെന്ററിലേക്ക് ആ ഒരു ബെൽറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ലുക്ക് ആ ഒരു മോഡസ്റ്റ് വരെ ടച്ചിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച് തന്നെയാണ്. ബാക്കിലേക്ക് ഇങ്ങനത്തെ ഒരു കട്ടിങ് ആണ് വന്നത് കേട്ടോ. മീഡിയം ലാർജ് സൈസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ സൈസ് ആണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത്. ലെങ്ത് ഒരു 46 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിലും നമുക്ക് ബെൽറ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഓരോ കളർ അനുസരിച്ചിട്ടുള്ള ബെൽറ്റ് ആ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ആ ഒരു സെറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മെറ്റീരിയൽ ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ, നല്ല പ്രീമിയം ഫാബ്രിക് തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്രൈസ് എന്ന് വെച്ചാൽ വെറും 995 ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു ഫാബ്രിക്കിൽ ബിലോ 1000 ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പുറമെ കിട്ടണമെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും കേട്ടോ. അത്ര നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നല്ല നല്ല അടിപൊളി കളർ ചാർട്ടും നമുക്ക് സെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലൊക്കെ സെർച്ച് ചെയ്യണവരാണെങ്കിൽ ഒരു മീഡിയം ലാർജ് ഫ്രീ സൈസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. ഇതിന് ഫിക്സഡ് സൈസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിൽ കൊടുത്തിട്ടില്ല. കാരണം ഇങ്ങനത്തെ ടോപ്സ് ഒക്കെ ടീനേജിന് വരാൻ നേരത്തെ ഒരു ഫ്രീ സൈസ് പോലെയാണ് വരാറുള്ളത്. അപ്പൊ ഒരു മീഡിയം ലാർജ് സൈസ് ആ ഒരു മെഷർമെന്റ് അതിന് കിട്ടുന്നുണ്ട്. അതായത് കൊണ്ടിട്ടാണ് ആ ഒരു മെഷർമെന്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് പ്രൊഡക്റ്റിന്റെ പറയുന്നത് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഒരു ടോപ്പ് ലെങ്ത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു കാഷ്വൽ ഓഫീസ് വെയർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ നല്ലൊരു അടിപൊളി പ്രീമിയം ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കാഷ്വൽ ടോപ്പ് വെയർ ആണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കളർ ചാർട്ടും ആ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിനനുസരിച്ചിട്ട് ആ ഒരു കോംപ്ലിമെന്ററി ബെൽറ്റും ഈ ഒരു സെറ്റിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല പ്യുവർ ബ്ലാക്ക് ആണ്. നരച്ച ടൈപ്പ് ബ്ലാക്ക് പോലത്തെ ഒന്നല്ല. നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫാബ്രിക്കിൽ വരുന്നത്. ഒരു കയ്യില് ഷർട്ടും ഒരു കയ്യില് പാന്റും. അപ്പത്തേനും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചെയ്താൽ മനസ്സിലായിട്ടുണ്ടാവില്ല. കോഡ് സെറ്റ് ആണ്. അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള
കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം ഫാബ്രിക് ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം. അപ്പൊ മെറ്റീരിയൽ നിങ്ങൾ നോക്കി നോക്കിയേ, എന്താ അടിപൊളി മെറ്റീരിയൽ. പിന്നെ അതിനൊപ്പം തന്നെ ഡബിൾ എക്സൽ സൈസ് ഉണ്ട്. ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 42 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ ഫുള്ള് ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ്. നിങ്ങൾക്ക് ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ കോഡ് സെറ്റ് തന്നെയാണ്. പിന്നെ സ്ലീവ് ആണെങ്കിൽ ഷോൾഡറിന് ഇവിടെ ചെറിയൊരു പ്ലീറ്റഡ് പോയിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ രക്ഷയില്ലാത്ത മെറ്റീരിയലാണ്. സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് റേഞ്ചിലാണ്. ഒരു ഷർട്ട് ബട്ടൺ ടൈപ്പ് ആണ് പോയിട്ടുള്ളത്. വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. പിന്നെ പാന്റിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 40 ഇഞ്ച് എബോവ് വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ചിൽ നിങ്ങൾക്ക് കാണുമോന്ന് അറിയില്ല, ഈ ഒരു ലെങ്ത് റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പൊ 3 കളേഴ്സ് മാത്രമേ ഉള്ളൂ. നല്ലൊരു പ്രീമിയം ഫാബ്രിക്കിലും കൂടിയിട്ടാണ് കോഡ് സെറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ 11.95 വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി. പ്യുവർ ബ്ലാക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അടാ നല്ല സൂപ്പർ മെറ്റീരിയലാണ്. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോർവേഡ് ചെയ്തോട്ടെ. അപ്പൊ ബ്ലാക്കിൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റഡ് കളേഴ്സിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ